ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം ശ്രീ മഹാഗണപതയേ നമ. ശ്രീ മഹാസരസ്വത്യൈ നമ. ശ്രീ മഹാഗുരുഭ്യോ നമ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടതിരി നമസ്തേ. ഹരി ഓം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ 19ാമത്തെ ദശകം പ്രജേതസ്സുകളുടെ കഥയാണ് നോക്കുന്നത്. ഓം നമോ നാരായണായ. ദശകം 19. പ്രജേതസ്സുകളുടെ കഥാവൃത്തം. വംശസ്ഥം. ഭാഗവതം 4ാം സ്കന്ധത്തിൻ്റെ ഒടുവിൽ 24 മുതൽ 31 കൂടി 8 അധ്യായം കൊണ്ട് വിവരിച്ചിട്ടുള്ള പ്രജേതസ്സുകളുടെ കഥയാണ് ഈ രചകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. പൃഥുവിൻ്റെ വംശത്തിൽ പ്രജേതസ്സുകളുടെ ജന്മം വർണ്ണിക്കുന്നു. 1-ാമത്തെ ശ്ലോകം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ. പ്രാചീനബർഹിർ യുവതൗ ശതദ്രുതൗ. പ്രാചീനബർഹിർ യുവതൗ ശതദ്രുതൗ. പ്രചേതസോ നാമ സുചേതസഃ സുതാ നജീജനത്വത് കരുണാങ്കുരാനിവ. പ്രചേതസോ നാമ സുചേതസഃ സുധാനജീജനത്വത് കരുണാങ്കുരാനിവ. അർത്ഥം നോക്കാം. പൃഥോനപ്ത ചക്രവർത്തിയുടെ പൗത്രപുത്രനും പൃഥുധർമ്മകർമ്മഠ പരമധാർമ്മികനും യാഗാദികർമ്മങ്ങളിൽ ഏറ്റവും തൽപരനുമായിരുന്ന പ്രാചീന ബർഹിഹി തു ശതദ്രുതൗ യുവതൗ. പ്രാചീന ബർഹിസാകട്ടെ ശതദ്രുതി എന്ന പത്നിയിൽ തത്കരുണാങ്കുരാനിവ, അങ്ങയുടെ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന പ്രചേതസ നാമ സുചേതസഃ. പ്രചേതസ്സുകൾ എന്നു പേരുള്ള ശുദ്ധഹൃദയന്മാരായ സുതാൻ അജീജനത് പുത്രന്മാരെ ജനിപ്പിച്ചു. പൃഥുചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ, പൗത്രൻ അവിർധാനൻ, പൗത്രപുത്രൻ ബർഹിഷിത്ത്. വളരെ വളരെ യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ബർഹിഷിത്തിന് പ്രാചീന ബർഹിസ് എന്നൊരു പുതിയ പേരുണ്ടായി. പ്രാചീനാഗ്രഹങ്ങളായി കിഴക്കോട്ട് തലവരുമാർ ബർഹിസുകളെ, ദർഭപ്പുല്ലുകളെ ഭൂമിയിൽ മുഴുവൻ വിരിച്ചവൻ എന്നാണ് ആ വാക്കിനർത്ഥം. യാഗങ്ങൾക്ക് മഹാവേദിയിൽ ആകെ ദർഭപ്പുല്ല് കിഴക്കോട്ട് തലയാക്കി വിരിക്കേണ്ടതുമാണ്. അങ്ങനെ ഭൂമി മുഴുവൻ ദർഭ വിരിച്ചവനത്രേ പ്രാചീന ബർഹിസ്. സമുദ്രപുത്രിയായ ശതദ്രുതിയാണ് പ്രാചീന ബർഹിസിൻ്റെ ധർമ്മപത്നി. ആ ശതദ്രുതിയിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാർ ജനിച്ചു. എല്ലാവർക്കും പ്രജേതസ്സുകൾ എന്നാണ് പേര്. ഭഗവാന്റെ കാരുണ്യം തന്നെ രൂപമെടുത്തു വന്നതാണോ എന്ന് തോന്നും. അവരെ കണ്ടാൽ ഭഗവത് കാരുണ്യത്താൽ സിദ്ധിച്ച സത്പുത്രന്മാരായിരുന്നു അവരെന്ന് താത്പര്യം. ഈ ദശകത്തിൽ ഈ ഒരു ശ്ലോകത്തിന് മാത്രം വംശസ്ഥവും ഇന്ദ്രവംശിയും ചേർന്ന ഉപജാതിയുമാണ് വൃത്തം. ഇനി നമുക്ക് പദം കുറിച്ച് നോക്കാം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ. പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ. പ്രചേതസോ നാമ സുചേതസഃ സുതാനജീജനത്വത്. നജീജനത്വല്ല, ജനത്വതല്ല, സുതാൻ അജീജനത്വത്. സുതാൻ അജീജനത്വത് എന്ന് വേണം നമ്മൾ വായിക്കാം. ശരി, ട്യൂണിൽ ചൊല്ലാം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ. പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ. പ്രാചീനബർഹിർയുവതൗ ശതദ്രുതൗ. പ്രചേതസോ നാമ സുചേതസഃ സുതാൻ. പ്രചേതസോ നാമ സുചേതസഃ സുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. അജീജനത്വത്കരുണാങ്കുരാനിവ. 2-ാമത്തെ ശ്ലോകം നോക്കാം.
അച്ഛൻ്റെ നിയോഗമനുസരിച്ച് തപസ്സിന് പുറപ്പെട്ട പ്രതിരസുകൾ പടിഞ്ഞാറേ കടൽക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു പൊയ്ക കാണുന്നു. പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാ ദശാപിതേ ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം സരോവരം സന്തദൃശുർ മനോഹരം. അർത്ഥം നോക്കാം. ശുശ്രൂഷാനിരതസ്യ സൃഷ്ടിയിൽ തൽപരനായ അച്ഛൻ്റെ നിയോഗത്താൽ പിതുശാസനാത് ഭവത്തപസ്യാപിരതാഹ തേ ദശ അപി അവിടത്തെക്കുറിച്ച് തപസ് ചെയ്യാൻ ഒരുങ്ങിയവർ 10 പേരും പശ്ചിമം വയോനിധിം ഏത്യ പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തത്തടേ മനോഹരം അതിൻ്റെ കരയ്ക്ക് വളരെ ഭംഗിയുള്ള സരോവരം സന്തദൃശുവും വിശേഷപ്പെട്ടൊരു പൊയ്ക കണ്ടു. പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്നാണ് അച്ഛനായ പ്രാചീനവർഗത്തിൻ്റെ ആഗ്രഹം. തപസ്സുകൊണ്ടേ നല്ല സൃഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചാണ് പ്രജേതസ്സുകൾ പടിഞ്ഞാറ് പുറപ്പെട്ടത്. ഗോകർണം ഒരു തപസ്സിദ്ധി സ്ഥാനമാണെന്ന് പണ്ടേ പ്രസിദ്ധമാണല്ലോ. പോകും വഴിക്ക് പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തിയപ്പോൾ അവർ അവിടെ വിശേഷപ്പെട്ട ഒരു താമരപ്പൊയ്ക കണ്ടു. ഇനി നമുക്ക് പദം കുറിച്ച് നോക്കിയിട്ട് ട്യൂണിൽ ചെല്ലാം. പിതുഃ ശുശ്രൂഷാൻ നിരതസ്യ ശാസനാത് ഒന്നിച്ച് തന്നെയാണ്. പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരത അത് മറ്റു വാക്കാം. ദശാപിതേ പയോനിധിം പശ്ചിമം ഏത്യ അതാണ് പശ്ചിമമേത്യ തത്തടേ പയോനിധിം പശ്ചിമം ഏത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം സന്തദൃശുഃ മനോഹരം. ഈ ട്യൂണിൽ ചെല്ലാം. പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാ ദശാപിതേ ഭവത്തപസ്യാഭിരതാ ദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം സരോവരം സന്തദൃശുർമനോഹരം. മൂന്നാമത്തെ ശ്ലോകം നോക്കാം. പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്നാണ് അച്ഛനായ പ്രാചീന മഹർഷിൻ്റെ ആഗ്രഹം. ആ പൊയ്കയുടെ സമീപത്തിൽ ശ്രീ പരമേശ്വരൻ വന്ന് ഭഗവാനെക്കുറിച്ചുള്ള ഒരു സ്തോത്രം പ്രജേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അത് നോക്കാം നമുക്ക്. മൂന്നാമത്തെ ശ്ലോകം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവക ദർശനാദൃതഃ ഭവോ ഭവത്സേവക ദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശത് പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം ഭക്തതമസ്തവസ്തവം. ഈ അർത്ഥം നോക്കാം. തഥാ ഭവത്സേവക ദർശനാദൃതഃ അപ്പോൾ അവിടുത്തെ ആ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി ഭക്തരമഹ ഭവ ഇതം പരമഭക്തനായ ശ്രീ പരമേശ്വരൻ ഭവത്തേത്തം സമാഗത അവിടുത്തെ തീർത്ഥത്തിലേക്ക് വന്ന് പ്രചേതസാം പുരഃ പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രകാശം ആസാദ്യ പ്രത്യക്ഷപ്പെട്ടിട്ട് തവസ്തവം ഉപാദിശത് നിന്തിരിപൊടിയെ സ്തോത്രം ഉപദേശിച്ചു. ശ്രീ പരമേശ്വരൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. പ്രജേതസ്സുകളും ഭക്തന്മാരാണ്. ഭക്തന്മാർക്ക് ഭക്തിഭക്തന്മാരെ കാണാൻ ആഗ്രഹമുണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് പ്രജേതസ്സുകളെ കാണാൻ പരമേശ്വരൻ ചെന്നു. ഭഗവാനെ ഭജിക്കാനുള്ള ഒരു സ്തോത്രം പ്രജേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ ഈ തീർത്ഥക്കരയിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രജേതസ്സുകൾ പടിഞ്ഞാറ് സമുദ്രക്കരയിൽ കണ്ട സരസ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൊട്ടുവടക്കുള്ള തീർത്ഥക്കുളമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ ആ സൂചനയൊന്നുമില്ലെങ്കിലും ഗുരുവായൂര മഹാത്മ്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ രുദ്രഗിരം എന്ന സ്തോത്രം പ്രജേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത ശ്രീ പരമേശ്വരൻ അത്രേ
മമ്മിയൂർ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇത് പദം മുറിച്ച് നോക്കാം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ തഥാ ഭവത് തീർത്ഥം സമാഗതോ. അതാണ് ഭവത്തീർത്ഥം. ഒന്നിച്ച് വായിക്കണം. ഭവോ ഭവത് സേവക ദർശനാദൃതഃ. ഭവോ ഭവത് സേവക ദർശനാദൃതഃ. പ്രകാശം ആസാദ്യ പുരഃ പ്രചേതസാം. പ്രകാശം ആസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത്. ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ഉപാദിശത് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നർത്ഥം. ഇനി നമുക്ക് ട്യൂണിൽ ചെല്ലാം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത് സേവക ദർശനാദൃതഃ. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത് സേവക ദർശനാദൃതഃ. പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം. പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ഉപാദിശത് ഭക്തതമസ്തവസ്തവം. ആറാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം. രുദ്രഗീതം എന്ന ഈ സ്തോത്രം വളരെ വിശേഷപ്പെട്ടതാണ്. 47 ശ്ലോകമുണ്ട്. ഭാഗവതം 4-ാം സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിലാണ് രുദ്രഗീതം പാടിയിട്ടുള്ളത്. രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ 10,000 സംവത്സരം ഭഗവാനെ ഭരിച്ചു എന്ന് പറയുന്നു. 4-ാമത്തെ ശ്ലോകം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശതായുധാം സമാഹ. ആസേ വിശതായുധാം സമഃ. ഭവന്തം ആസേ വിശതായുധാം സമാഹ. ഭവത്സുഖാസ്വാദരസാധുമീശ്വയാൻ. ഭവത്സുഖാസ്വാദരസാധമീശ്വയാൻ. ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. അർത്ഥം നോക്കാം. അമീതം സ്തവം ജപന്തഃ. ഈ പ്രചേതസ്സുകൾ ആ രുദ്രഗീതസ്തോത്രം ജപിച്ചുകൊണ്ട് ജലാന്തരേ ആയുധം സമാഹ ഭവന്തം ആസേ വിശതഃ. വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സരം അവിടുത്തെ സേവിച്ചുകൊണ്ട് തപസ് ചെയ്തു. ഭവത്സുഖാസ്വാദരസാത്. ആനന്ദസ്വരൂപനായ അവിടുത്തെ ആസ്വദിച്ച് സുഖിക്കുന്നതിനുള്ള താല്പര്യ നിമിത്തം അമീഷു യാൻ കാലഹ ബഭൂവ. ഈ പ്രചേതസ്സുകൾക്ക് ഇത്ര വളരെ കാലം കഴിഞ്ഞുപോയി. ധ്രുവവത് ശീഘ്രത ന. ധ്രുവിനെ പോലെ വേഗമുണ്ടായില്ല.